ഹായ് ഫ്രണ്ട്സ്, അപ്പം നല്ല നാടൻ തലക്കറിയായിട്ടാണ് ഇന്ന് വന്നേക്കണത്. അപ്പോൾ ഇത് തലയൊക്കെ വെട്ടി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വേണ്ട സാധനങ്ങൾ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അത് കൊടംപുളിയാണ് എടുത്തേക്കണത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചേക്കണം, നല്ല കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് തക്കാളി നിങ്ങളെങ്ങനെ കുറവോ കൂടുതലോ അങ്ങനെ അതനുസരിച്ച് തക്കാളി എടുക്കാം. അപ്പോൾ ദേ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. നിങ്ങൾക്ക് ഉരുളിയിൽ വെക്കണമെങ്കിൽ ഉരുളിയിൽ വെക്കുക. ചിലവർ ഉരുളിയിലാണ് മീൻകറിയൊക്കെ ചില സ്ഥലത്തേക്ക് വെക്കണേ. ഞാനിവിടെ ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇങ്ങനെ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരും ചട്ടിയിൽ. അപ്പോൾ അതേ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പച്ച ഉലുവ, പൊടിച്ച ഉലുവ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട് പൊടിയിലിട്ടാ. ഇതിൽ കുറച്ച് പച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് എണ്ണ ഇതായി കഴിയുമ്പോഴാണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. ഉലുവയൊക്കെ ഇത് നല്ല സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞു വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റണേ. ചിലവർ ചെറിയൊരു ഭാഗമാകുമ്പോൾ തന്നെ പൊടികളൊക്കെ ഇടും. ഞാൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടാണ് ഇതെല്ലാം ഇടാറുള്ളത്. അപ്പോൾ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതേ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അടിക്ക് പിടിക്കരുത്. അപ്പോൾ അതേ നമ്മുടെ എല്ലാ പൊടികളും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേണ്. കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോവാണ്ട് സിമ്മിലിട്ടിട്ട് വേണം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 തക്കാളി എടുത്തേക്കണം. ചെറിയ തക്കാളിയാണ് കേട്ടോ. നിങ്ങളുടെ പുളിക്കനുസരിച്ച് തക്കാളി എങ്ങനെയെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. കരിഞ്ഞു പോകരുത്. പ്രത്യേകം ഞാൻ പറഞ്ഞതാണ്, പൊടി കരിഞ്ഞു പോകരുത്. നന്നായിട്ട് വഴറ്റി കൊടുത്ത് സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് വഴറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ പുളി ഇട്ട് കൊടുക്കാം. ഞാൻ അതേ കുടംപുളിയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പിഴുപുളി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിഴുപുളി എന്ന് പറയുന്നത് വാളംപുളിയാണ് കേട്ടോ. ചില നാട്ടിലൊക്കെ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുടംപുളിയാണ്. ഇതിന് ഏറ്റവും ടേസ്റ്റ് കുടംപുളിയാണ്. അപ്പോൾ അത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വേവിക്കുക. ഞാൻ അത് അടച്ച് വേവിച്ച് കഴിഞ്ഞുള്ള വീഡിയോ ആണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. ലോയിലിടണ്ട, ഹൈയിലിടണ്ട. മീഡിയത്തിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് തലയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. മീൻ എപ്പോഴും മുങ്ങിക്കിടക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ അടച്ച് വേവിച്ചു. ഒരു 20 മിനിറ്റോളം വേവിക്കണം. അത് കഴിഞ്ഞ് ദേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പയും തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.